ഹലോ, വെൽക്കം ടു മൈ ചാനൽ കളർ ഫ്രൂട്ട് ത്രെഡ്സ്. ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ കാണാൻ പോകുന്ന ബേസിക് ഹാൻഡ് എംബ്രോയിഡറീസ്. ഈ ഹാൻഡ് എംബ്രോയിഡറീസ് എങ്ങനെ ചെയ്യണം അത് ഞാൻ പറഞ്ഞു തരാം. എവിടെയൊക്കെ ഇത് യൂസ് ചെയ്യാനും പറ്റും അതും ഒന്ന് പറഞ്ഞു തരാം. അതിനു മുമ്പ് ഞാൻ എല്ലാവരോടും ആഗ്രഹിക്കുന്നു, എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാവരും എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ കാണാം ഇന്നത്തെ ആദ്യത്തെ സ്റ്റിച്ച്. ഇതൊരു ബേസിക് സ്റ്റിച്ച്, റണ്ണിങ് സ്റ്റിച്ച്. ഞാനിപ്പോൾ എൻ്റെ സൂചിയിൽ 3 നൂലായിട്ട് കോർത്തിരിക്കുക. ഇത് ആദ്യം സൂചി കോർത്തിട്ട് ഇങ്ങനെ ഇത് എടുക്കുക, സൂചി കുത്തിയിട്ട് തുണിൻ്റെ മേളിലോട്ട് എടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് ഡിസ്റ്റൻസ് വിട്ട് ഈ സൂചി ഇങ്ങോട്ട് താഴ്ത്തി എടുക്കുക. അടുത്ത സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് സൂചി ഇങ്ങനെ മേളിലോട്ട് എടുക്കുക. പിന്നെയും കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് താഴ്ത്തി എടുക്കുക. പിന്നെ ഇങ്ങനെ സൂചി കുത്തുക. ഈ സ്റ്റിച്ച് ബേസിക്കലി ഞങ്ങൾക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും ഔട്ട്ലൈനായിട്ട് ഒരു ഡിസൈൻ്റെ ഒക്കെ ചെയ്യാൻ പറ്റും. ഇത് ഇപ്പം ഇങ്ങനെ ഈക്വൽ ഡിസ്റ്റൻസ് വിട്ട് ചെയ്താൽ ഇതിൻ്റെ കാണാൻ നല്ല ഭംഗിയായിരിക്കും കംപ്ലീറ്റ്ലി. പിന്നെ നിങ്ങൾക്ക് ഇനീഷ്യലി നിങ്ങൾക്കത് പറ്റുന്നില്ലെങ്കിൽ ഒന്ന് ഇച്ചിരി ഗ്യാപ്പിൽ ഒരു മാർക്ക് ചെയ്തുള്ളൂ പെൻസിലിട്ട്, അത് വെച്ച് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ആദ്യത്തെ സ്റ്റിച്ച് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാം. ഇത് കംപ്ലീറ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കുന്നു ഞാൻ കാണിക്കാം. ഞങ്ങളുടെ അടുത്ത സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ച്, അതെങ്ങനെയാണ് ചെയ്യുന്നത് ഒന്ന് കാണാം. ഈ ബാക്ക് സ്റ്റിച്ച് ഒത്തിരി യൂസ്ഫുള്ളാണ്. ഞങ്ങൾക്ക് ഈ ലെറ്റേഴ്സൊക്കെ എഴുതുമ്പം അല്ലെ ബോർഡേഴ്സൊക്കെ ചെയ്യുമ്പോൾ നല്ല യൂസ്ഫുൾ ഒരു സ്റ്റിച്ചാണ്. ഇനി ഈ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് ഒന്ന് കാണാം. ഇങ്ങനെ 3 നൂല് ഞാൻ സൂചിയിൽ കോർത്തിരിക്കുക. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഇതിങ്ങനെ സൂചി കുത്തിയിട്ട് ആദ്യം വെള്ളോട്ടെടുക്കുക. പിന്നെ അത് താത്തി ഇങ്ങോട്ട് എടുക്കുക, കുറച്ച് ഡിസ്റ്റൻസ് വിട്ട്. അടുത്തത് എങ്ങനെയാണ്, ഞങ്ങളുടെ സ്റ്റിച്ച് എവിടെയാണ് എത്ര വലിപ്പം എടുക്കണം അത് ആദ്യമേ വിചാരിച്ചിട്ട് അത്രയും ദൂരം സൂചി ആദ്യം കുത്തുക. അപ്പോൾ ഇത്രയും വലിപ്പം ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ ഡിസ്റ്റൻസ് വിട്ടിട്ട് സൂചി ഇവിടെ കുത്തുക. സൂചി മേളിലോട്ട് എടുക്കുക. എടുത്തിട്ട് ആദ്യത്തെ സ്റ്റാർട്ടിങ് പൊസിഷനിലോട്ട് ഇവിടോട്ട് സൂചി കുത്തി താഴോട്ട് എടുക്കുക. ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. ആദ്യം ഞാനിത് ഇച്ചിരി വലിപ്പമായിട്ട് കാണിക്കുക, സോ ദാറ്റ് എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടാൻ. എത്ര വലിപ്പം ഞങ്ങൾക്ക് സ്റ്റിച്ച് എടുക്കണം, അതിൻ്റെ ആ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് വിചാരിച്ചിട്ട് അത്രയും ഡിസ്റ്റൻസിൽ ഇത് എൻഡിൽ നോർമലി ഞങ്ങൾ സൂചി മുന്നോട്ടല്ല എടുക്കുന്നത്. ഇത് എവിടെ എൻഡിങ് പൊസിഷൻ അവിടോട്ട് എടുത്തിട്ട് സൂചി മേളിലോട്ട് എടുക്കുക. പിന്നെ ഈ പൊസിഷനിലോട്ട് തിരിച്ച് വന്നിട്ട് താഴോട്ട് എടുക്കുക.
എത്ര ഡിസ്റ്റൻസിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അവിടോട്ട് എടുക്കുക. ഇതെല്ലാം ഈക്വൽ ആയാലാണ് നല്ല. ഇതിനൊക്കെ ഇനീഷ്യലി ഞങ്ങൾക്ക് പ്രാക്ടീസ് കിട്ടാനായിട്ട് വേണേൽ പെൻസിലിൽ നിന്ന് ഒന്ന് ചെറിയ ഡോട്ട് മാർക്ക് ചെയ്താൽ ഞങ്ങൾക്ക് ഒന്ന് എക്സാക്റ്റ് ഈക്വൽ ഡിസ്റ്റൻസും കിട്ടും. നല്ല ഇത് താഴോട്ട് ഇങ്ങനെയാണ് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. ഞങ്ങളുടെ അടുത്ത സ്റ്റിച്ച് സ്റ്റെം സ്റ്റിച്ചാണ്. സ്റ്റെം സ്റ്റിച്ച് ചെയ്യുമ്പം ഞാൻ ആസ് യൂഷ്വൽ സൂചിയിൽ നൂലെടുത്തിട്ട് ഇങ്ങനെ കുത്തിയെടുത്തിരിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് ഡിസ്റ്റൻസ് ഈ സൂചി താഴോട്ട് എടുക്കുമ്പോൾ ഈ ഞങ്ങളുടെ അടുത്ത കയ്യിൽ നിന്ന് തമ്പിൽ നിന്ന് ഈ നൂല് ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുക. അപ്പോൾ ഇതിങ്ങനെ താഴോട്ട് എടുക്കുക. സൂചി എടുക്കുമ്പം ഈ ഹാഫിൽ നിന്ന് കൂടുതൽ സ്ഥലത്തിൽ നിന്ന് ഈ സൂചി ഇവിടുന്ന് പിന്നെയും കുത്തിയെടുക്കുക. നിങ്ങൾ അടുത്ത എത്ര ഡിസ്റ്റൻസ് എടുക്കണം അവിടെ തൊട്ട് ഇത് സൂചി താത്തെടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ വിടുക. അപ്പോൾ പിന്നെയും ഈ നൂല് താത്തെടുക്കുമ്പോൾ നേരിട്ട് ഈ ത്രെഡിനെ ഞാൻ മറ്റേ കയ്യിൽ തമ്പിൽ നിന്ന് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ പിന്നെ സൂചി ഈ ഗ്യാപ്പിൽ ഉള്ള ഡിസ്റ്റൻസിൽ നിന്ന് ഇങ്ങനെ എടുത്തുക ഇത് മേളിലോട്ട്. അപ്പോൾ ഈ നൂലിനെ വിടുക. എത്ര ചെറിയത് ഇത് ചെയ്താൽ അത്ര ഭംഗിയായിരിക്കും. ഒന്നുകൂടി ഞാൻ പറയാം. ഈ നൂല് സൂചി എത്ര ഡിസ്റ്റൻസ് കുത്തിയെടുക്കണം, എത്ര ഡിസ്റ്റൻസ് കുത്തിയെടുക്കണം ഇത് ഞാൻ ഇവിടോട്ട് കുത്തിയെടുക്കുക. ഞാൻ ഇച്ചിരി വലിപ്പത്തിൽ ആദ്യം കാണിക്കുക. ഇത് കുത്തിയെടുക്കുക. ആ സമയത്ത് എൻ്റെ കയ്യിൽ ഈ തമ്പിലാണ് നൂല് പിടിച്ചു വച്ചിരിക്കുന്നത്. ഇത് താക്കുന്ന മുമ്പേ ഇതിൻ്റെ പാതിയിൽ നിന്ന് കൂടുതൽ ഡിസ്റ്റൻസിൽ സൂചി എടുക്കുക. പിന്നെ എത്ര ഡിസ്റ്റൻസ് ഫർദർ ഞങ്ങൾക്ക് എടുക്കണം, ഈ ഡിസ്റ്റൻസ് സെയിം അല്ലേ, അപ്പം ഞാൻ ഇവിടോട്ട് എടുക്കുക. ഇപ്പോൾ ഈ നൂല് ഞാൻ വിടുക. പിന്നെ ഞാനിവിടെ തമ്പിലോട്ട് കൈവെക്കുക. പിന്നെ ഈ ഡിസ്റ്റൻസിൽ നിന്ന് അടുത്ത സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഈ സ്റ്റിച്ച് കൂടുതൽ ഉപയോഗിക്കുന്ന ഫ്ലവേഴ്സിൻ്റെ സ്റ്റെംസിലൊക്കെ ചെയ്യാം. അതേമാതിരി ഒരു വലിയ ഫ്ലവറൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ആ ഫ്ലവറിൻ്റെ ഔട്ട്ലൈൻ മാത്രമായിട്ട് ചെയ്ത് എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ചെയ്യാൻ പറ്റും. അടുത്ത സ്റ്റിച്ച് ഞങ്ങളുടെ ചെയിൻ സ്റ്റിച്ചാണ്. ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പം ഇതും ഞാനെല്ലാം ഇപ്പം 3 സ്ട്രാൻഡ്സ് നൂലെടുത്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ 6 ആയിട്ടും ചെയ്തിട്ട് ചെയ്യാം നിങ്ങൾക്ക്. അപ്പം ഈ സ്റ്റിച്ച് ബേസിക്കലി എല്ലാം ഫ്ലവേഴ്സിനൊക്കെ യൂസ് ചെയ്യും. ഇതിൻ്റെ അപ്പിയറൻസ് ഒരു ചെയിൻ മാതിരിയായിട്ട് വരും ചെയ്ത് കഴിയുമ്പോൾ. ആദ്യം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് സൂചി ഇങ്ങനെ കുത്തിട്ട് ഞാനിങ്ങനെ ഇച്ചിരി തുണിയിലോട്ട് ഇങ്ങനെ എടുക്കുക. ആ സമയത്ത് ഞങ്ങളുടെ ഈ ത്രെഡ് റൗണ്ട് സർക്കിളായിട്ടിരിക്കും. അത് സൂചിയിൽ താഴോട്ട് എടുത്തുകൊണ്ട് പോകണം. അപ്പോഴത്തേക്ക് ഇത് ചെയിനുള്ള ഷേപ്പ് വരും. അടുത്തതും ഇതേമാതിരി ആ ചെയിൻ്റെ ഉള്ളിൽ നിന്ന് അടുത്ത എടുക്കണേ. അതാ മെയിനായിട്ട്. ഞങ്ങൾ ആദ്യത്തെ ചെയിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് അടുത്ത ചെയിൻ ഉണ്ടാക്കണം. അപ്പം ആദ്യത്തെ ചെയിൻ്റെ ഉള്ളിൽ നിന്ന് സൂചി കുത്തിയിട്ട് വെളിയിലോട്ട് കൊണ്ടുവന്നിട്ട് തുണിയിലോട്ട് കുത്തിയിട്ട് കുറച്ച് പിന്നെ ഇതേമാതിരി ഇങ്ങനെ സർക്കിളായിട്ട് തുണി ഇരിക്കുമ്പോൾ ഇങ്ങനെ എടുത്തിട്ട് അപ്പോഴത്തേക്ക് ഇത് ചെയിൻ ഫോം ആവും. ഒന്നുകൂടി പറയാം.
ഈ ചെയിന് ഇപ്പോൾ രണ്ടാമത്തെ ചെയിൻ ഉണ്ടാക്കിയില്ലേ, ആ ചെയിൻ്റെ ഉള്ളിൽ നിന്ന് സൂചി കുത്തുക. ആദ്യം താഴോട്ടെടുക്കുക, പിന്നെ മുന്നിലോട്ട് തുണിയിലോട്ട് കുറച്ച് എടുത്തിട്ട് തുണി അവിടെ സൂചി ഇങ്ങനെ കുത്തിയെടുക്കുക. ഈ ത്രെഡ് സർക്കിളായിട്ട് ഫോം നോക്കിക്കുക, ഇതൊരു സർക്കിളായിട്ട് ഫോം ആവുന്നു. അതിലോട്ട് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് ആവും. അടുത്ത സ്റ്റിച്ച് ഞങ്ങളുടെ സ്പ്ലിറ്റ് സ്റ്റിച്ചാണ്. ഇത് ചെയ്യുമ്പം സൂചി ഇങ്ങനെ കുത്തിയിട്ട് കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് താഴോട്ട് എടുക്കണം. അത് കഴിഞ്ഞ് ഈ ത്രെഡ് ഇടയ്ക്കൂടെ ഇത് മൂന്ന് നൂലില്ലേ, ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു സൂചി കുത്തണം. അപ്പോൾ ഇതൊരുമാതിരി സ്പ്ലിറ്റ് ആവും. അപ്പോൾ ഇത് ഒരു ചെയിൻ്റെ ഇത് ആക്ച്വലി ലുക്ക് കൊടുക്കും. ഇങ്ങനെ അടുത്ത സ്റ്റിച്ച് പിന്നെയും ഇത് കുത്തിയിട്ട് എടുത്തിട്ട് ഇനി അടുത്തത് പിന്നെയും ഇതേമാതിരി എടുക്കണം. ഇതും ഇതേമാതിരി സ്പ്ലിറ്റ് ചെയ്യണം. ഈ മൂന്ന് നൂലിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സൂചി കുത്തിയെടുക്കണം. അപ്പോൾ ഇത് സ്പ്ലിറ്റായിട്ട് വരും. ഇത് സ്പ്ലിറ്റ് സ്റ്റിച്ചായി. ഇതേമാതിരി ഫുൾ സ്റ്റിച്ച് ലൈനിൽ കംപ്ലീറ്റ് ചെയ്യാം. ഇന്നത്തെ ലാസ്റ്റ് സ്റ്റിച്ച് ഞങ്ങളുടെ വിബ്ഡ് ബാക്ക് സ്റ്റിച്ചാണ്. ഈ വിബ്ഡ് ബാക്ക് സ്റ്റിച്ച് എങ്ങനെ ചെയ്യണം ഇനി കാണാം. ഈ വിബ്ഡ് ബാക്ക് സ്റ്റിച്ചിൽ ആദ്യം ഞങ്ങൾ ബാക്ക് സ്റ്റിച്ച് എങ്ങനെ ചെയ്താൽ അത് ചെയ്യണം. മീൻസ് ഇത് ബാക്ക് സ്റ്റിച്ച് ഞങ്ങൾ ചെയ്തത് ഓർമ്മയുണ്ടല്ലോ, സെക്കൻഡ് സ്റ്റിച്ച് ഞങ്ങളുടെ ബാക്ക് സ്റ്റിച്ച് അല്ലാന്ന്. അതേ പാറ്റേണിൽ ഫുൾ ഇത് ബാക്ക് സ്റ്റിച്ച് ആദ്യം ചെയ്യുക. അത് കഴിഞ്ഞ് ഇതിന് അടുത്ത സ്റ്റെപ്പ് എങ്ങനെ അത് ഞാൻ പറഞ്ഞു തരാം. ഇത് ഫുൾ ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന മാതിരി തന്നെ, ആദ്യം ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന മാതിരി തന്നെ ചെയ്യണം. ഞങ്ങൾ വിബ്ഡ് സ്റ്റിച്ചിക്ക് വേണ്ടി ആദ്യം ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ നൂല് ഇങ്ങനെ മേളിലോട്ട് ഈ ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് താഴേന്ന് മേളിലോട്ട് ഇറക്കിയിട്ട് അത് കഴിഞ്ഞ് ഇത് താഴോട്ട് നൂല് മേളിലോട്ടായിട്ട് സൂചി താഴോട്ട് എടുക്കുന്നത്. ഓരോ സ്റ്റിച്ചിൻ്റെ താഴോട്ട് ഇങ്ങനെ ഇത് ഓരോ സ്റ്റിച്ചിൻ്റെ താഴേന്ന് നൂല് സൂചി ഇങ്ങനെ താഴോട്ട് ഇറക്കിയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊരു വിപ്പ് ആയിക്കൊണ്ട് ഇത് ചുറ്റായിക്കൊണ്ട് പോവും. ഓരോ സ്റ്റിച്ചിൻ്റെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. ചെയ്യുമ്പോൾ അത്രയും അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകത്തില്ല. ഞാൻ ഇച്ചിരി ചെയ്ത് കഴിയുമ്പോൾ വേറെ ഒരു കളർ വെച്ച് ചെയ്ത് കാണിക്കുക. അപ്പം നല്ല ഡിഫറൻസ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ആകുമ്പോൾ അത്രയും അത് മനസ്സിലാവുന്നില്ലായിരിക്കും. ഞാനിപ്പം ഇത് വേറെ ഒരു കളറിൻ്റെ ത്രെഡ് വെച്ച് ചെയ്ത് കാണിക്കാം ബാക്കി. അപ്പോൾ ആ ഡിഫറൻസ് ഫീൽ ചെയ്യാം ഞങ്ങൾക്ക്. എല്ലാ പ്രാവശ്യം താഴെന്ന് മേളിലോട്ടാക്കണം. ഓരോ സ്റ്റിച്ച് ചെയ്ത് കഴിയുന്ന താഴെന്ന് സൂചി കുത്തി മേളിലോട്ട് എടുക്കണം. അപ്പം നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് മനസ്സിലാവും.
റെഡി തന്നെ റെഡി ചെയ്തപ്പോൾ അത്രയും അത് തോന്നുന്നില്ല എനിക്ക്. ഇപ്പോൾ ഇത് ഗ്രീൻ ഞാൻ നൂലെടുത്തപ്പം നിങ്ങൾക്ക് ആ ഡിഫറൻസ് കാണാൻ പറ്റും. ഇത് കംപ്ലീറ്റ് ചെയ്തപ്പം ഇതേമാതിരി ഇരിക്കുന്നത്. വിപ്പ് ചെയ്തപ്പം ഇത് കംപ്ലീറ്റ് ആയി. ഇനിയും താഴോട്ട് ഇറക്കിയിട്ട് ഞാനിത് നോട്ട് ചെയ്യാൻ പോവാം. അപ്പം എല്ലാം സ്റ്റിച്ചസ് ഞങ്ങൾ കണ്ടു. ഇന്നത്തെ റണ്ണിങ് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ച്, സ്റ്റെം, ചെയിൻ, സ്പ്ലിറ്റ് ആൻഡ് വിപ്ഡ് ബാക്ക് സ്റ്റിച്ച്, ഇതെല്ലാം നിങ്ങളും കണ്ടിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനിയും അടുത്ത പ്രാവശ്യം ഇനിയും കാണാം. ടിൽ ദെൻ ബൈ.